മണവാളൻ്റെ മുടി മുറിച്ചതിനെ പറ്റി എന്താണ് വിരോധാഭാസം? അതിദാരുണം, ദയനീയം. നിസ്സാരമായി കൊല്ലാൻ ശ്രമിച്ച കേസിന് ജയിലധികൃതർ കാണിച്ചു കൂട്ടുന്ന ഇത്തരം ആഭാസങ്ങളൊന്നും അനുവദിക്കാവുന്നതല്ല. യുവതലമുറ ഇതിനൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. കാരണം നാളെ നിസ്സാരമായിട്ട് 1-2 പേരെ കുത്തി കൊന്നിട്ട് നമുക്കും കയറി ചെല്ലാനുള്ളതാണ്. അപ്പോൾ അവർ നമ്മളോട് എങ്ങനെ പെരുമാറുക? ഇതിപ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. നോട്ട് ദ പോയിൻറ്റ്. ഐ മീൻ, ഒന്നും വേണ്ട. ആ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണീര് കണ്ടില്ലേ നിങ്ങൾ? അവരെന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മുടിയും ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് ആ പ്രായത്തിൽ ആ ചെക്കൻ്റേതാക്കി വന്നത്. ഇനി എത്ര കാലം ആ ചെക്കന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും? ഇനി അതൊക്കെ കൂടി വെച്ച് പിടിപ്പിക്കാൻ കഴിയുമോ? ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സാധനമാണെങ്കിൽ പോട്ടെ നോക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കണ്ടൽ കാടാക്കി എടുക്കാൻ കഷ്ടപ്പാട് എനിക്കേ അറിയാൻ പാടുള്ളൂ. അപ്പോൾ പ്രതികരിക്കേണ്ടതാണ്. അവിടെ വരുന്ന ജയിൽ പുള്ളികളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം. എന്നാലല്ലേ വീണ്ടും അവർക്ക് വരാനും പിന്നീട് മറ്റൊരു തലമുറക്ക് അങ്ങോട്ട് ഓടിച്ചെല്ലാനൊക്കെ തോന്നുള്ളൂ. അതിനാണ് അവരെ അവിടെ നിർത്തിയിട്ടുള്ളത്. അവർ അതിൻ്റെ പരിധി വിട്ട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഇത്തരം മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന അധികാരികളെ ആദ്യം സസ്പെൻഡ് ചെയ്യണം. കുറേ പേരൊക്കെ ഒച്ച വെച്ചപ്പോൾ എന്തൊക്കെയോ നടപടി ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവരാദ്യം സസ്പെൻഡ് ചെയ്യുക, പിന്നെ തൂക്കിക്കൊല്ലുക. ഇതാണ് ഞങ്ങളുടെ ഒരു ഇത്. എന്താണ് നിങ്ങളുടെ ഒരു ഇത്?